ഡാഗിനിയുടെ അമ്മൂമ്മയോ? ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇത് സ്കൂൾ അവധിക്കുണ്ടായിരുന്ന വെക്കേഷൻ ഉണ്ടായിരുന്നൊരു വീഡിയോ ആണ്. പക്ഷേ ഇടാൻ വേണ്ടി അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇച്ചിരി താമസിച്ചിട്ട് ചേട്ടായിക്ക് ഉള്ളപ്പോൾ ഉള്ള വീഡിയോ ആണ്. ഇപ്പോൾ ചേട്ടായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇപ്പോഴാണ് എനിക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റിയത്. ഇന്ന് മെയിനായിട്ട് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പിള്ളേരുടെ ദിവസമാണ്, പിള്ളേർക്ക് വേണ്ടി മാത്രം ഇറങ്ങിയ ദിവസമാണ്. അവരെല്ലാം ഒന്ന് കറക്കി കൊണ്ടുവരാമെന്ന് ഓർത്തുകൊണ്ടായിരുന്നു. അപ്പം ഇത് കണ്ടിട്ടുള്ള പെട്ടെന്ന് മനസ്സിലാവും മറൈൻ ഡ്രൈവ് ആണ് കേട്ടോ. ഞങ്ങൾ ആ വഴി നടന്ന് പോകുന്നത് മറൈൻ ഡ്രൈവ് കാണാൻ ഇറങ്ങിയതല്ല, മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്രയാണ്. ഈ പോകുന്ന വഴി കാണാം കേട്ടോ. ഇപ്പം എവിടെ ചെന്നാലും കാണപ്പെടുന്ന ഒരു അടിപൊളി ഒരു സീനറി എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ. വാഗപ്പൂ പൂത്ത് നിൽക്കി അടിപൊളിയാണ്. അവിടെ നിങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അവിടെ നിന്ന് നടന്നു പോണതൊക്കെ ഗൈസ് ഇതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചേക്കുന്ന പിള്ളേരുടെ പാർക്കിൽ പോകാനാണ് കേട്ടോ. ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പുറകെ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ കണ്ടോ ഇത്രമാത്രം അവർ ഹാപ്പി ആയിരിക്കുന്നു ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇവരെ ഇവരുടേതായ സന്തോഷത്തിലേക്ക് പാർക്കിലേക്ക് ഇറക്കുന്നത്. അത് ആദ്യമായിട്ടാണ് കേട്ടോ ഇവർ പാർക്കിൽ വരുന്നത് തന്നെ. ഇവരുടെ ഈ സന്തോഷം കണ്ടപ്പോൾ ആദ്യം ചിന്തിച്ചത് നേരത്തെ കൊണ്ടുപോകണമായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. ഇത്രമാത്രം മക്കൾ ഹാപ്പി ആയിട്ട് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല കേട്ടോ. കൊണ്ടുപോയിട്ടില്ലെന്ന് പറഞ്ഞ് എവിടെയും കൊണ്ടുപോയിട്ടില്ലെന്നല്ല പറഞ്ഞത്. അത്യാവശ്യം ഇതുപോലെ പാർക്കിലേക്ക് തന്നെയായിട്ട് അതുങ്ങൾ ഇന്ന് വരെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ. അതുങ്ങളുടേതായ ഇഷ്ടത്തിന് ഇതുപോലെ ഇത്രയും വലിയൊരു പാർക്കിൽ അതുങ്ങളുടെ സമയത്തിന് വേണ്ടി മാത്രം ഞങ്ങൾ കൊണ്ടുപോയിട്ട്, അല്ലാതെ അവിടെ ഇവിടെയൊക്കെ കറങ്ങാൻ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞാലും അതുങ്ങളുടെ സന്തോഷം ഇതൊക്കെയല്ലേ. പുറകെ കൂടെ വന്ന കൊച്ച് കണ്ടില്ല കേട്ടോ. അത് അവൾക്ക് ഭയങ്കര നാണക്കേടായിപ്പോയി. പിന്നെ അവൾ അതിനകത്ത് കയറാൻ വേണ്ടി ഇച്ചിരി മടിച്ചു കേട്ടോ. അപ്പം തന്നെ അവൾ അടുത്ത സ്ഥലത്തേക്ക് പോയേ. ഇരിപ്പ് ശരിയല്ല. അയ്യോ, ഐസ്ക്രീം കഴിക്കാൻ പോയ അതിന്റെ ഇടയില്. കുഞ്ഞ് ഇതിലാണ് ഞാൻ. നീ ഇരുന്ന് നേരം കണ്ടി വരും കുഞ്ഞേ. ഐസ്ക്രീം വേണോ? ഐസ്ക്രീം വേണോ? ഐസ്ക്രീം വേണോ? എന്നാ പോയി മേടിച്ചോ. സൈക്കിൾ നമ്പർ 16 അല്ലെന്നാ തോന്നേ. തവള കയറാൻ പോവാണോ? വർക്കിംഗ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ട്രെയിന് തള്ളുന്നുണ്ട് ചേട്ടന്മാര്. ചോദിച്ചേ വർക്കിംഗ് ആണോ ചോദിച്ചേ. വർക്കിംഗ് ആണെങ്കിൽ പിള്ളേരെ അത് അറിഞ്ഞത് പോയി ചോദിച്ചപ്പം പറഞ്ഞു അത് വർക്കിംഗ് അല്ല, അതെന്തോ കംപ്ലൈൻ്റ് ഉണ്ട്, അവർ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് കയറാൻ പറ്റിയിട്ടില്ല കേട്ടോ. അത് കുഞ്ഞുങ്ങളെ കയറ്റാനുള്ള ഒരു ഇതുണ്ടായിട്ടില്ല. അവർക്ക് ഭയങ്കര സങ്കടമായി. ഇത് കയറണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷെ അത് കയറ്റാൻ പറ്റിയില്ല. അവർക്ക് വേണ്ടി ഇറങ്ങിയ ദിവസമായതുകൊണ്ട് അവരുടെ ഇഷ്ടങ്ങൾക്ക് തന്നെ നിന്ന് കൊടുക്കാം എന്നുള്ളൊരു ഇതോടുകൂടിയാണ് ഞങ്ങൾ വന്നത്. പക്ഷെ അത് മാത്രം അവർക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ. എന്നാലും പിന്നെ കയറാം, അടുത്ത തവണ വരുമ്പോൾ കയറാമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചോട്ടെ. ഇനി ആരാ വാവേത്? ഡാഗിനിയുടെ അമ്മൂമ്മയോ? മറിച്ചിടല്ലേ ഡാഗിനീനെ, തള്ളിയിട്ടേക്കല്ലേ ഡാഗിനിയുടെ അമ്മൂമ്മനെ.
സൈക്കിൾ വേണോ? അല്ലല്ല, അത് മറ്റേ ഇതാ. ആ ഉണ്ടോ? ആ പൊക്ക, മോൻ പോയി കയറിക്കോ, പോയി കയറിക്കോ. എടാ പോയി കയറിക്കോടാ. ദേ തവള ദേ നിക്കുന്നു, ദാ അവിടെ. നിക്കേ, ബാ അമ്മ പിടിച്ചോ, പിടിക്കാം, നിറങ്ങിക്കോ. ബാ അമ്മ പിടിക്കാം. ആ പിടിച്ചോ, ആ നിറങ്ങിക്കോ. ആ വിട്ടോ, കൈ വിട്ടോടി. ഏതില്? ആ കേറിപ്പോ, നീ കേറണോ? ഉള്ള സാധനത്തെ കേറില്ല ഭാവി, ഇല്ലാത്ത സാധനത്തെ കേറ്. വീട്ടിൽ സൈക്കിൾ ഉള്ളല്ലേ, വീഴാതെ പിടിച്ച് പിടിച്ച് കയറണേ കേട്ടോ, വീഴല്ലോട്ടാ. ആ പിടിച്ച് പിടിച്ച് കയറിക്കോ കുഞ്ഞി. ചേച്ചി കയറി കഴിഞ്ഞിട്ട്, ചേച്ചി കയറി കഴിയട്ടെ. അപ്പൊ ഒന്ന് ബാലൻസ് ചെയ്യാം, പിടിച്ചോണേ കുഞ്ഞി, ശ്രദ്ധിച്ച് കയറണേ, വീഴില്ലോ. അപ്പുറത്തോടെ ഇറങ്ങി പോരട്ടെ. ഇല്ല അവളിങ്ങ് വന്നിട്ടില്ല, അവള് വരുന്നതേ ഉള്ളൂ. ആ ഇറങ്ങി. ആ അവൾ ആ വഴി കയറി. പയ്യെ കയറണേ. എന്നാറ്റിയേ വാമനിക്ക് പോരെ. വാവ താഴേക്ക് വരുന്നതിനാൾ കണ്ണു മുടിച്ചാ. അവൾ ഇവിടുന്ന് കേറിയിട്ട് പോലും ഇല്ല. വാവേ അവള് കേറിപ്പോട്ടെ. ഏതാ കേറുന്ന സാധന? ആ നമുക്ക് നോക്കാട്ടോ. ഈ കുട്ടൂസനും മായാവി ഇതല്ല രാധയും, എന്നാ രാധയും. നിക്കി വർക്കിംഗ് ആണോന്ന് അറിയില്ല. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാത്രം, 5 വയസ്സിനും താഴെയുള്ള കുട്ടികൾക്ക് മാത്രം. ഇവൾ ഓടിക്കുന്നുള്ള കാര്യത്തിൽ എനിക്കും വലിയ ഉറപ്പൊന്നുമില്ല. എന്നാ വാവ ഒന്ന് കയറട്ടെ, വാച്ച കയറട്ടെ. അല്ല 2 പേരും ഓരോ ട്രിപ്പ് ഓടിച്ചോ. എടാ ആ 20 രൂപ കൊടുക്ക, പൈ കൊടുത്തോളൂ. ആ ഇത് ഓടിക്കാൻ അറിയാവാ? പയ്യെ സൂപ്പർ, അടിപൊളി. കേറിക്കോ. ഒരു 10 കൊടുക്കും. ഓക്കേ അവിടെ നിർത്തി 2 ഫോട്ടോസ് എടുക്കാം. ബാ കുഞ്ഞി വന്നേ. ആ കളിപ്പിക്കാനേ. അപ്പൂപ്പന്റെ മടിയിലിരിക്കുകയാണ് കുഞ്ഞി. കഴിച്ചടാ. വാവയ്ക്ക് അമ്മൂമ്മേനെ എടുത്തോ. വാവ ജോമനെ കേറി. ഒളിഞ്ഞു നോക്കണ്ട, നീ കേറി ഇരുന്നോ. അപ്പൂപ്പൻ തലക്കെട്ടടിച്ചു വാവയുടെ. അപ്പൂപ്പനെ തല്ലുന്നോ?
ആ നോക്കിക്കോ, അപ്പൂപ്പനെ തല്ലല്ലേ. കഴിഞ്ഞിട്ട് വാങ്ങിച്ചു തരാം. പയ്യെ കേറി വാ, എടി കേറി വാ, കേറി വാ മോനെ പയ്യെ. കുഞ്ഞി നിനക്ക് നിന്ന് വരാനുള്ളതേ ഉള്ളടാ അത്. ഓക്കെ, അപ്പായി ഞങ്ങളുടെ അപ്പായി താറാവിന്റെ അടുത്ത് പോയി, അപ്പായി തെറിച്ചു പോവല്ലോ കേട്ടോ. കൈയിടിച്ചു. എടി ഒത്തിരി സ്പീഡ് വേണ്ട കേട്ടോ. എവിടെ പോവാ, എവിടെ? പയ്യെ കേറൂട്ടാ. ആ പയ്യെ പോരെ, ബാ പയ്യെ വരാവുള്ളേ, ഇവിടെ ആളുണ്ട്. ആ നിറങ്ങി ഇങ്ങ് പോരെ. നിക്ക് മോനെ മാർക്കണേ, കൊള്ളല്ലേ, ദേഹത്ത് കൊള്ളല്ലേ. ആ ശരി ഓക്കെ. വീഴാതെ കേറണ നിന്റെ ഉത്തരവാദിത്താട്ടോ കുഞ്ഞി. എന്തോ ആ പേടിയൊക്കെ ഉണ്ട്, പേടിയുണ്ടോ ഇച്ചിരി? പയ്യെ കയറണേ, വീഴാതെ കയറണോട്ടാ, വീണക്കല്ലോട്ടാ. ആ കുഞ്ഞി പയ്യെ വരാവുള്ളേ. ആ പയ്യെ പോരെ ഒരാൾ വരുന്നു. ഓക്കെ പോരെ, ബാ പയ്യെ. ദാ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണേ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ആണെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോട്ടോ. ഞങ്ങളുടെ ഫാമിലിയിലെ ഇഷ്ടമാണെങ്കിലോ ഒന്ന് സപ്പോർട്ടോടി ചെയ്യണേ. ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കില്ല എന്നറിയാം, എന്നാലും ഒന്ന് ഓർപ്പിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നത് വരെ ബൈ.